ഗുഡ് ആഫ്റ്റർനൂൺ എവരിബഡി. ആദ്യം തന്നെ ഒരു ക്ഷമാപണം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. അല്പം ലേറ്റായി, അല്പം അല്ല 1 മണിക്കൂറോളം ലേറ്റായി. മഴ മൂലം അല്പം പരിപാടികൾ താമസിച്ചു പോയതുകൊണ്ടാണ്. അതുകൊണ്ട് എല്ലാവരും ക്ഷമ ചോദിച്ചുകൊണ്ട് തുടങ്ങാം. ഞാൻ അതുല്യമായിട്ടുള്ള ബന്ധം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. ആദ്യം ഇൻഫോപാക്കിനെക്കാട്ടും അതുല്യമായിട്ടുള്ള ബന്ധം പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങാം. അതുല്യയിലാണല്ലോ IIM കാലിക്കറ്റിൻ്റെ ഒരു ഓഫ്ലൈൻ ക്യാമ്പസ് ഉണ്ട്. എൻ്റെ വലിയൊരു ആഗ്രഹങ്ങളൊന്നായിരുന്നു ഒരു MBA ചെയ്യണം എന്നുള്ളത്. കാരണം വെച്ചാൽ IIM പോലൊരു അലുമിനിയുടെ ഭാഗമാകുക വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഒരു വർഷങ്ങൾക്ക് ശേഷം, ഒരു 4 വർഷം മുമ്പ് ഞാൻ IIMൻ്റെ ഒരു എൻട്രൻസ് എഴുതി. ആദ്യമായിട്ടാണ്, കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റൊക്കെ എഴുതുന്നത്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റൊക്കെ എഴുതി, അത് പാസ്സായിട്ട് ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഇൻ്റർവ്യൂവിനും സെലക്റ്റായി. പക്ഷേ ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും പല വീട്ടിലും പല പ്രശ്നങ്ങളും. കാരണം വെച്ചാൽ ശനിയാഴ്ചകളിൽ ഡ്യൂട്ടി ഉള്ള ദിവസമാണ്. സാറ്റർഡേസിലും ഈവനിങ് ക്ലാസ്സുകളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് മാത്രം ആ കോഴ്സിന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അത് ഒരു നഷ്ടമായിട്ട് ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. ഒരു ഡിഗ്രി MBA IIM കാലിക്കറ്റിൻ്റെ ഒരു ക്യാമ്പസിൻ്റെ ഭാഗമാകാനായിട്ട് അലുമിനി ആകാൻ പറ്റിയില്ല എന്നുള്ളത് ഒരു നഷ്ടമായിട്ട് ഇപ്പോഴും ഞാൻ കരുതുകയാണ്. അതുപോലെ തന്നെ അടുത്തത് എൻ്റെ ഇൻഫോപാക്കുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്, ഇൻഫോപാക്കിലെ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ഉള്ളത് ഇൻഫോപാക്കിലാണ്. ഗാഡ്ജിയോൺ എന്ന് പറയുന്ന ഒരു കമ്പനി, ഇൻഫോപാക്കിൽ ഒരു കമ്പനിയുണ്ട്. ഒരു വെരി ഗുഡ് സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. ആ സ്റ്റാർട്ടപ്പ് കമ്പനിയെ ഐ റിയലി അപ്രീഷിയേറ്റ്. ബിക്കോസ് ഞങ്ങളുടെ ഒരു മെഡിക്കൽ പ്രൊഫഷണൽ കാർഡിയോളജിയിൽ ഏറ്റവും അധികമായിട്ടുണ്ടാകുന്ന ഒരു പ്രോബ്ലമായിരുന്നു ഹോൾട്ടർ മോണിറ്ററിങ്ങിൻ്റെ പ്രോബ്ലംസ്. ഹോൾട്ടർ എന്ന ഹൃദയത്തിൻ്റെ ECGയിലുള്ള വ്യതിയാനങ്ങൾ കണ്ടെത്തുന്ന ഒരു പ്രോബ്ലം. അത് സാധാരണ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് 24 മണിക്കൂർ മാത്രം ECG നോക്കുന്നു. ECG നോക്കി കഴിയുമ്പോഴത്തേക്ക് അതിന് വേണ്ടിയിട്ട് മാത്രം രോഗി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കഴിയുമ്പോഴത്തേക്ക് പിന്നെ പിറ്റേ ദിവസം രോഗി ഡിസ്ചാർജ് ആകുന്നു. അതായിരുന്നു. പക്ഷെ അതിൻ്റെതായ ഒത്തിരിയേറെ ന്യൂനതകളുണ്ടായിരുന്നു. ബിക്കോസ് ഒന്ന്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് 24 hours മാത്രമേ കിട്ടത്തുള്ളൂ. ആ സമയത്തുണ്ടാകുന്ന ഇടിപ്പിൻ്റെ വ്യത്യാസങ്ങൾ മാത്രമേ അതിലൂടെ പരിഹരിക്കാൻ പറ്റത്തുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഈ ഗാഡ്ജിയോണാണ് ഒരു വെബ് കാർഡിയോ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തു. ദാറ്റ് ഹാസ് എൻറ്റയർലി ചേഞ്ച് ഹൗ ദ മെഡിക്കൽ കമ്മ്യൂണിറ്റി, ദ കാർഡിയോളജി കമ്മ്യൂണിറ്റി എന്താ പറയുന്നത്, ഈ ഹോൾട്ടർ അറത്മിയ ഡിറ്റക്ഷൻ്റെ റെവല്യൂഷനൈസ് ചെയ്തൊരു ഇതായിരുന്നു വെബ് കാർഡിയോയുടെ. ഗാഡ്ജിയോൺ ഡെവലപ്പ് ചെയ്ത വെബ് കാർഡിയോ. ബിക്കോസ് ഒരു പാച്ച് സിസ്റ്റമാണ്. ദാറ്റ് ക്യാൻ ബി വോൺ ഫോർ 3 days ആൻഡ് നൗ ദേ ഹാവ് എക്സ്റ്റെൻഡഡ് അപ് ടു 7 days. സോ അത് രണ്ടാമത്തെ ബന്ധം. അങ്ങനെ പിന്നെ മൂന്നാമതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു, എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖലകളൊന്നായിരുന്നു CPR, കാർഡിയോ പൾമണറി റീസക്സിറ്റേഷൻ. കാർഡിയോ പൾമണറി റീസക്സിറ്റേഷൻ ട്രെയിനിങ് പ്രോഗ്രാംസ് ഞാൻ പല NGOയുടെ ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ മാനിക്യൂൺസ് വഴിയാണ് സാധാരണ കാർഡിയോ പൾമണറി CPR പഠിപ്പിക്കുക. പക്ഷേ എപ്പോഴും നമുക്കൊരു CPR മാനിക്യൂൺസിൻ്റെ പ്രോബ്ലം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്തുമാത്രം കംപ്രഷൻ ആഡിക്വേറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ആ മാനിക്യൂൺസിൽ നമുക്ക് അറിയാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ അവിടെയും ഒരു സ്റ്റാർട്ടപ്പ് എന്നെ ഹെൽപ്പ് ചെയ്തു. എന്താണ് എൻ്റെ സ്റ്റാർട്ടപ്പ് ഹെൽപ്പ് ചെയ്യുന്നത് വെച്ചാൽ, അവരൊരു മോഷൻ സെൻസേഴ്സ് ഉള്ള ഓഗ്മെൻറ്റഡ് റിയാലിറ്റി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മോഷൻ സെൻസേഴ്സുമുള്ള ഒരു മാനിക്യൂൺ ഡെവലപ്പ് ചെയ്ത് ഞങ്ങൾക്ക് തന്നു. അതുവഴിയായിട്ട് നമ്മൾ കൊടുക്കുന്ന കംപ്രഷൻസിൻ്റെ ആഡിക്വസി എന്തുമാത്രമുണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും എന്തുമാത്രം ഫോഴ്സിൽ കംപ്രസ് ചെയ്താൽ മാത്രമേ ഈ ആഡിക്വേറ്റ് ആയിട്ട് ഹാർട്ട് കംപ്രഷൻ നടക്കുകയുള്ളൂ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ ഓവർ ദ ലാസ്റ്റ് 1 or 2 months we are associated with that startup also, and that Manicures has changed how we develop our CPR programs also. And that CPR, one of this last month we conducted a CPR training program at Lulu Mall using these Manicures, and people really appreciate that. So ഈ ഇൻഫോപാക്കും സ്റ്റാർട്ടപ്സും ഇങ്ങനത്തെ കമ്പനികളുമായിട്ടുള്ള എൻ്റെ അസോസിയേഷൻസ് ഇതാണ്. അതുമാത്രമല്ല, ആസ് എ പേഴ്സൺ ഹു ഈസ് സ്റ്റേയിങ് വെരി നിയർ ടു ഇൻഫോപാർക്ക്, I use this InfoPark for my recreational activities, especially cycling. I love cycling in this road. It's a fantastic cycling path, and really appreciate, and I love to do cycling with my wife in this way. The second thing is, and this is entirely different part of Cochin. Nobody has seen this part of Cochin. It is not well exposed. And for the first time maybe in November last year, we conducted their first medical conference in Infopark area, first medical conference in the state in Infopark area. That was done in 4 Points Sheraton. And that's the first medical conference, and people really appreciate that venue.
and on the top balcony, it's a fantastic view of the Cochin, entirely different view of Cochin. So I got a lot of connections with InfoPark and the startups as well as your initiatives. So shall I take your questions or move forward? ഔപചാരികതയുടെ പേരിൽ ഒന്ന് രണ്ട് വാക്കുകൾ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞങ്ങൾ ഡോക്ടറിനെ മാത്രമാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇരട്ടി മധുരമായി ശ്രീ ടി വി രാജേഷിനെയും തോമസ് ഐസക്കിനെയും ഞങ്ങൾക്ക് ഇവിടെ ലഭിക്കുകയുണ്ടായി. ഇപ്പോൾ ഡോക്ടർ സംസാരിച്ച കാര്യത്തിൽ ഗാഡ്ജിയോണിൽ നിന്നുള്ള ഹോൾട്ടർ ഡിവൈസിൻ്റെ കാര്യം സംസാരിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഡെവലപ്പേഴ്സായ ഒരു ചെറിയാൻ ഇവിടെയുണ്ട്. അപ്പോൾ ആ സന്തോഷം ഒന്ന് പങ്കുവയ്ക്കാമെന്ന് കരുതി. സോ ഒരു അധ്യക്ഷ പ്രസംഗത്തിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മൾ ഈ ഒരു ഇവൻറ്റിൻ്റെ ടോണ് തന്നെ നമ്മൾ വളരെ ഒരു കാഷ്വലായ രീതിയിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ വി ആർ ട്രൈങ് ടു മെയിൻറ്റെയിൻ ദാറ്റ്. എൻ്റെ മനസ്സിൽ തട്ടി ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ബീങ് എ പ്രൊഫഷണൽ, ഇവിടെ ഒരു പ്രൊഫഷണലായ ഒരു കാൻഡിഡേറ്റിനെ ഞങ്ങൾക്ക് ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം വി ആർ റിയലി എക്സൈറ്റഡ് അബൌട്ട് ദാറ്റ്. നിയമസഭയിൽ സംബഡി ടു റെപ്രസെൻറ്റ് ആസ് പ്രൊഫഷണൽസ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അപ്രോച്ചബിളായ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾക്ക് ആ രീതിയിൽ കൊണ്ടു ചെന്നെത്തിക്കാൻ പറ്റുന്ന ഒരാളെ ലഭിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ ഒരു ഹോപ്പ് വരുന്നൊരു കാര്യമാണ്. ആൻഡ് ഈ ഇൻഫോ പാർക്കിലും ഇതിൻ്റെ ചുറ്റുമുള്ള അല്ലെങ്കിൽ സ്മാർട്ട് സിറ്റി, ഇൻഫോ പാർക്ക് ആൻഡ് സ്റ്റാർട്ടപ്പ് മിഷനിലുള്ളവരെല്ലാം അവിടെയെല്ലാം വർക്ക് ചെയ്യുന്ന പലരും ഇവിടെയുണ്ട്. അപ്പോൾ ഈ കോവിഡ് കാലഘട്ടത്തിൽ പോലും പല കമ്പനികളും ഇവിടെ പുതിയ ഓഫീസ് സ്പേസസ് എടുക്കുകയും പുതിയ ആളുകൾ ഒരുപാട് പേരെ ഹയർ ചെയ്യുന്നതുമായ എക്സ്പൊണൻഷ്യലായ ഗ്രോത്ത് ഇതിനകത്ത് നടക്കുന്നുണ്ടെങ്കിലും ഈ ഒരു ഏരിയ നിലകൊള്ളുന്ന ഈ തൃക്കാക്കരയുടെ തദ്ദേശീയമായ ഇൻഫ്രാസ്ട്രക്ചറൽ ആൻഡ് ലോക്കൽ ഡെവലപ്മെൻറ്റ് ഇതിന് അഡാപ്റ്റബിൾ ആയി അതിന് ചേരുന്ന ഒരു രീതിയിലാണോ എന്ന് ഞങ്ങൾ പലപ്പോഴും സംശയിക്കാറുണ്ട്. പലപ്പോഴും അതിന് ഉതകുന്നില്ല. അതുകൊണ്ട് തീർച്ചയായും ഞങ്ങളെപ്പോലെ ഒരു പ്രൊഫഷണലായ ഒരാൾ ഇവിടെ കാൻഡിഡേറ്റായി വരുന്നത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. കൂടുതൽ നീട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് കടക്കുകയാണ്. ബീങ് പ്രൊഫഷണൽസ്, ലെറ്റ്സ് കീപ് ദി ഇവന്റ് പ്രൊഫഷണൽ ആസ് വെൽ ആൻഡ് കീപ് ദ ക്വസ്റ്റ്യൻസ് പ്രൊഫഷണൽ ആസ് വെൽ. So let's get to the questions. And thanks for your introduction about your connection with InfoPark and all that. And you know that we are about close to 50,000 employees here, and we also face not necessarily issues around the IT sector or technology or power, as Thomas Isaac said, but there are other ground level problems like transportation or water supply, waste disposal and all that. So how do you look at prioritizing this, and what will be your first actions to resolve this? I'm not looking at an answer which will address everything at one shot, but I'm looking at your view on the priority and how you can take it forward. I fully agree with you that there are problems, inherent problems associated with Trikagara. That is, one of the most important is the water shortage. The second is regarding the sanitation and the waste disposal. And my first priorities will be for these two things, because regarding the water shortage, there is only one water tank which was started in 1987 with the capacity at that time, the amount of people at that time. There are the n number of exponential growth, not only in the buildings, large number of people have migrated, large number of people have settled here. So the population growth is phenomenal after that. So we don't have a water supply system to maintain that, to help cater that set of population. So one of the most important priorities for me is to have a good water solution problem for this area, and we will be, with the help of the government, will be definitely looking into that matter. Because when I visited these areas in and around Trikakara, especially this area, their main problem is water, and that will be my first priority. Second thing is regarding the waste disposal. I fully agree with that. We have waste disposal is a problem in Trikakara. I do face that problem because I know how my home waste is being disposed. So we have very scientific solutions. We have excellent examples from Western countries. We have to adopt that kind of systems into our place.
it is not the problem if we don't have solutions. We have got excellent solutions. How to replicate that solution in our scenario, that's because we have to think of the cost effectiveness also. We will definitely look into into a cost effective solution for waste disposal in this area. For example, one of the most important priorities for me, when I looked into the waste disposal system in one of the places, I think it's in Scandinavia, maybe in Finland or some places, they got that if you have a high-rise building, more than 5 stories high-rise building, you have to have an inherent waste disposal system in that building. In our place, we don't have a inherent waste disposal system in our flats. So we have to have, with the help of RARA and all those things, we have to have a waste disposal system in place before approving the plan for the flat. So that will be common for every flat which is, say, 4 or 5 stories above. These are the two important things in my mind regarding your question. I hope I answered your question. ഈ കാക്കനാട് പ്രത്യേകിച്ച് ഇൻഫോ പാർക്ക് എന്ന് പറയുന്ന ഏരിയ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് കണക്ടിവിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു വൈകുന്നേരം ഒരു 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട്, അതായത് കാക്കനാട് നിന്ന് ഇൻഫോ പാർക്കിലേക്ക് എത്താൻ വരെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് നല്ല എക്സ്പ്രസ് വേ ഉണ്ട്, പക്ഷേ അവിടെ യാതൊരുവിധ പബ്ലിക് ട്രാൻസ്പോർട്ട് ഓപ്ഷൻസ് ഇല്ല. ഇപ്പോൾ പറയുമ്പോൾ വാട്ടർ മെട്രോ അല്ലെങ്കിൽ മെട്രോ ഒക്കെ വരുന്നുണ്ട്, ബട്ട് സ്റ്റിൽ ഇതിൽ എന്തൊക്കെയാണ് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റാവുന്ന കുറച്ച് കാര്യങ്ങൾ, എന്തെങ്കിലും അതിന് ഒരു ഔട്ട്പുട്ട് ഉണ്ടോ? എല്ലാവർക്കും അറിയാമാണ്, അത് സാങ്ഷൻസൊക്കെ പെൻഡിങ് ആണ്. ഡെഫിനറ്റ്ലി അതും ലാൻഡ്സ്കേപ്പ് ചേഞ്ച് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഡ്യൂറിങ് ദി ഇൻ്ററിം പീരീഡ് വാട്ട് വി ക്യാൻ ഡു, ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. എനിക്ക് തോന്നുന്നത് ചില 2-3 കാര്യം. ഒന്ന്, നമുക്കറിയാമല്ലോ, ഇപ്പം കൊച്ചിയിലെ സിറ്റിയിൽ മാത്രം വൈറ്റ്ല ടു വൈറ്റ്ല സർവീസ് ഉണ്ട്, വൈറ്റ്ല ടു വൈറ്റ്ല സർവീസ്. സോ അതുപോലെ KSRTCയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ടൗണിൽ നിന്ന് ഇങ്ങോട്ടോ, ലൈക്ക് ഇൻഫോ പാർക്ക് അല്ലെങ്കിൽ ലൈക്ക് ഇപ്പം ഇരുമ്പനം ഭാഗത്തു നിന്നാണെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ടോ, ലൈക്ക് കളമശ്ശേരിയിൽ നിന്ന് ഇങ്ങോട്ടോ, ടൗണിൽ നിന്ന് ഇങ്ങോട്ടോ ഒരു കണക്ടിവിറ്റിക്കായിട്ടുള്ള KSRTCയുമായിട്ട് യോജിച്ച് ഈ ഏരിയയിൽ മാത്രം പോകുന്ന ഒരു റൗണ്ട് അബൌട്ട് ബസ് തീർച്ചയായിട്ടും പ്ലാൻ ചെയ്യുന്നൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ ലേഡീസ് എംപ്ലോയീസ് ഏറ്റവും അധികം ഫേസ് ചെയ്യുന്നൊരു വൺ ഓഫ് ദ മേജർ തിങ് ആണ് ഡേ കെയർ ഞങ്ങൾ കുട്ടികൾക്ക്. അപ്പോൾ ഇവിടെ ധാരാളം ഡേ കെയർസ് ഉണ്ടെങ്കിലും വളരെയധികം സത്യം പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും ചൂഷൺ ചെയ്യണം, വളരെയധികം എക്സ്പെൻസീവ് ആണ്. അപ്പോൾ എന്തുകൊണ്ടൊരു സ്മാർട്ട് അംഗനവാടി, ഇപ്പോൾ അംഗനവാടികളും വളരെയധികം കേരളത്തിൽ വരുന്നു, അപ്പോൾ സ്മാർട്ട് അംഗനവാടി ഇൻഫോ പാർക്കിന് എക്സ്ക്ലൂസീവായിട്ട് തുടങ്ങുന്നതിൽ ഞങ്ങൾ വളരെയധികം പ്രതീക്ഷയുണ്ട്, അങ്ങനെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ അങ്ങനെ താങ്കൾക്ക് എന്തെങ്കിലും അതിൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുമോ? അബ്സല്യൂട്ട്ലി അഗ്രി വിത്ത് യു. കാരണം വെച്ചാൽ ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തപ്പോഴേക്ക് ആ ഹോസ്പിറ്റലിൽ ലൈക്ക് ഹോസ്പിറ്റൽസിൽ അംഗൻവാടി ഡേ കെയർ സെൻറ്റേഴ്സ് വെസ്റ്റിൽ എല്ലാ ഹോസ്പിറ്റൽസിലും ഓൾമോസ്റ്റ് എല്ലാ ഹോസ്പിറ്റൽസിലും ഇത്ര എംപ്ലോയീസ് കൂടുതലുണ്ടെങ്കിൽ അവിടെ ഡേ കെയർ ഫെസിലിറ്റി ഉള്ളതാണ്. തീർച്ചയായിട്ടും ഇത് വളരെ നല്ലൊരു സജഷനാണ്. വനിതാ ശിശു വകുപ്പുമായിട്ട് ആലോചിച്ചുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഒരു സ്മാർട്ട് അംഗൻവാടി നമുക്ക് ഇൻഫോ പാർക്കിന് തീർച്ചയായിട്ടും തുടങ്ങാവുന്നതാണ്. സിസ്റ്റംസ് ഉള്ളതാണ് ഓൾറെഡി തന്നെ. ഇവിടെ ഇൻഫോ പാർക്ക് വന്നപ്പോൾ തൊട്ട് ഇവിടെ വളരെ വലിയൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് ഇവിടെ ഒരു സ്പോർട്സ് കളിക്കുന്ന ആൾക്കാർക്ക് സ്വന്തമായിട്ടൊരു ഗ്രൗണ്ട് ഉണ്ടില്ല. അപ്പോൾ അതുപോലെ ഇവിടെ ഒരു എന്തെങ്കിലും ഒരു മത്സരങ്ങളോ എന്തെങ്കിലും ഒരു സ്പോർട്സ് ആക്ടിവിറ്റി നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്നുമില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗ്രൗണ്ട് എടുക്കണം. ഇപ്പോൾ ഞാനൊക്കെ ഇവിടെ നടക്കുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്യാൻ പോലും നമ്മളിവിടെ നിന്ന് കുസാറ്റിലെ ഗ്രൗണ്ടിലാണ്. അവിടെ ആഴ്ച 9 മണി വരെ നമുക്ക് സമയം അലൗഡാണ് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ തന്നെ കുറേ അവിടെ കളിക്കാൻ പറ്റുന്ന കൂടുതൽ ആൾക്കാർ അവിടെ നിന്നാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെയാണെങ്കിലും ഇതിന് ഇൻഫോ പാർക്കിനൊരു സ്വന്തമായിട്ടൊരു ഗ്രൗണ്ട് ഇല്ല. നമ്മൾ വാടകയ്ക്ക് എടുക്കണം, അല്ലെങ്കിൽ വേറെ സ്കൂൾ ഗ്രൗണ്ട് വാടകയ്ക്ക് എടുക്കണം. ഇവിടെ ഇതിൻ്റെ ചുറ്റുവട്ടത്ത് ഇഷ്ടംപോലെ ടർഫും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എല്ലാം നമ്മൾ ഈ പ്രൈം ടൈമൊക്കെ ആണെങ്കിൽ ഭയങ്കര വലിയ എമൗണ്ടാണ് അവർ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഇൻഫോ പാർക്കിലെ ആൾക്കാർക്ക് ബുക്ക് ചെയ്തിട്ട് കളിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്പോർട്സ് കോംപ്ലക്സോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടോ? തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ നമ്മൾ ഇവിടെ ഉള്ളവരെല്ലാം യുവാക്കളാണ്. അതുകൊണ്ട് തന്നെ അവർ recreational activities is very important. ഒന്ന് എനിക്ക് തോന്നുന്നത് വി ഷുഡ് ഹാവ് എ വെരി ഗുഡ് സൈക്ലിംഗ് പാത്ത് ഇൻ ദിസ് ഏരിയ. ബിക്കോസ് സിറ്റിയിലാണ് സൈക്ലിംഗ് പാത്ത്, നമ്മുടെ ഗോശ്രീ പാലത്തിനടുത്ത് ആ ഏരിയയിലാണ് കൊച്ചി സ്മാർട്ട് സിറ്റിയുടെ സ്മാർട്ട് കൊച്ചിൻ്റെ പാർട്ടായിട്ട് ഒരു സൈക്ലിംഗ് ട്രാക്ക് ഉള്ളത്. The same way I think we should have a cycling path in this area because it's a very good cycling path. So that is one of my suggestion. Second is regarding the sports, especially football. I think you people love football a lot.
ഫുട്ബോൾ ഒരു സ്മോൾ സ്റ്റേഡിയംസോ അങ്ങനത്തെ ഗവൺമെൻറ്റുമായിട്ട് യോജിച്ചുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ലാൻഡ് യൂട്ടിലൈസ് ചെയ്ത് തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു സ്പോർട്സ് കോംപ്ലക്സോ അല്ലെങ്കിൽ സ്പോർട്സുമായിട്ട് ആക്ടിവിറ്റീസായിട്ട് ബന്ധപ്പെടുത്ത കാര്യങ്ങൾ തീർച്ചയായിട്ടും ആലോചിക്കാവുന്ന ഒരു കാര്യമാണ്. എൻ്റെ പേര് ലിൻഡോ എന്നാണ്. എനിക്ക് ഒരു സജഷൻ ഉള്ളത്, ഇവിടുന്ന് തൃക്കാക്കര അല്ലെങ്കിൽ ഇൻഫോ പാർക്ക് ഏരിയ നിന്ന് എയർപോർട്ടിലേക്കുള്ള കണക്ടിവിറ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വിത്തിൻ ഇന്ത്യ കൂടുതലും ട്രെയിനുകളിലും കൂടുതൽ ഈക്വലി ഫ്ലൈറ്റും പ്രിഫർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്ന ബാംഗ്ലൂരിൽ നിന്നോ ചെന്നൈയിൽ നിന്നോ അല്ലെങ്കിൽ ഉള്ള ആൾക്കാർ വിത്ത് ഫാമിലിയൊക്കെ ഇവിടെ താമസിക്കുന്നവരായാലും അവർക്ക് കണക്ടിവിറ്റി ടു എയർപോർട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഒന്നുകിൽ ഇവിടുന്ന് KSRTCയിൽ പോയി അത്താണിയിൽ പോയി ഇറങ്ങി അവിടുന്ന് അടുത്ത ഓട്ടോ പിടിച്ചിട്ട് അത്രയും പൈസ കൊടുത്തിട്ട് വേണം എയർപോർട്ടിൽ പോകാൻ. പിന്നെ KSRTC കൊണ്ട് വളരെ ലിമിറ്റഡ് ആണ് എയർപോർട്ട് വഴി പോകുന്നത്. അപ്പോൾ ഈവൻ ഇപ്പോൾ മെട്രോ വന്നാൽ പോലും നമുക്ക് ഇവിടുന്ന് കണക്ടിവിറ്റി കിട്ടിയാലും ഡൗൺ ദ ലൈൻ ആലുവ വരെ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ എന്താണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുക? The thing is, up to connectivity up to Kalamassery may become easy because we are widening of the airport seaport road വന്നു കഴിയുമ്പോഴത്തേക്ക് up to Kalamassery will be easy. ആ കളമശ്ശേരി കഴിഞ്ഞുള്ള സ്ട്രെച്ചിലാണ് പ്രോബ്ലം ഉണ്ടാകുന്നത്. അപ് ടു ആലുവ ആ ഏരിയ ഐ തിങ്ക് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റികളുള്ള ഒരു പക്ഷേ പ്രോജക്റ്റ് ആയിരിക്കാം. സെക്കൻഡ് ഫേസ് ഓഫ് മെട്രോ കഴിഞ്ഞിട്ട് മെട്രോ എക്സ്റ്റൻഷൻ അപ് ടു നെടുമ്പാശ്ശേരി. സോ particularly in this constituency, after the widening of airport seaport road, we may have better connectivity up to Kalamassery. But after that, it's the National Highway Authorities and the state government has to take forward necessary steps to minimize congestion after that area. ഹായ് ഡോക്ടർ, എൻ്റെ സ്ഥലം പൊൻകുന്നമാണ്. അപ്പോൾ ഡോക്ടർ ഇവിടെ വന്ന് സ്ഥാനാർത്ഥിയാകുമ്പോൾ ഡോക്ടർക്ക് ശരിക്കും റൂറൽ ഏരിയയിലെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് അറിയാമെന്ന് കരുതുന്നു. കാരണം ഞങ്ങളിവിടെ ഇരിക്കുന്നതിൽ ഒരുപക്ഷെ വലിയൊരു ശതമാനം ആൾക്കാർ എറണാകുളംകാരല്ല, ശരിയല്ലേ? ഞാൻ എറണാകുളംകാരനല്ല. അപ്പം ഞാൻ പൊൻകുന്നം വരെ പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് 3 മണിക്കൂർ യാത്ര ചെയ്താൽ മതി. എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന ആഷിക്ക് കണ്ണൂരാണ് സ്ഥലം. അപ്പം ഞങ്ങൾക്കൊക്കെ ഒരുപാട് സമയം യാത്ര ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ തൊഴിലിന് വേണ്ടി ഈ ട്രിവാൻഡ്രം അല്ലെങ്കിൽ കൊച്ചിയിൽ വന്ന് താമസിക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിലെ അച്ഛനമ്മമാർ ഒറ്റയ്ക്കാണ്. ഡോക്ടർക്ക് അറിയാമല്ലോ, ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ ഈ അച്ഛനമ്മമാർക്ക് പ്രഷർ ഉണ്ടാകും, ഷുഗർ ഉണ്ടാകും, മറ്റു പല അസുഖങ്ങളുണ്ടാകും. പെട്ടെന്നൊന്ന് ഓടിച്ചെല്ലണതിൽ സ്പീഡിലുള്ള യാത്രാ സൗകര്യങ്ങൾ വേണം. ഇപ്പം നമ്മുടെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. അത് ഓവർകം ചെയ്ത് ഈ പ്രശ്നം, അതായത് റൂറൽ ഏരിയയിൽ ഒറ്റപ്പെട്ടു പോകുന്ന അച്ഛനമ്മമാരെന്ന് പറയുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ ഇത്ര സ്പീഡ് നമുക്ക് വേണം. അതുപോലെ റൂറൽ ഏരിയയിലെ അൺഎംപ്ലോയ്മെന്റ്, അതും ഡോക്ടർക്ക് പൂഞ്ഞാർ പോലൊരു സ്ഥലത്ത് ജനിച്ച ഒരാൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അവിടെയൊക്കെ ജനിച്ച ആളുകൾക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ആ ലൊക്കാലിറ്റിയിൽ ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ട്രിവാൻഡ്രം, കൊച്ചി, ബാംഗ്ലൂർ, അല്ലെങ്കിൽ ഇപ്പം ആ ട്രെൻഡ് മാറി. ഞങ്ങളൊക്കെ വന്ന സമയത്ത് ബിടെക് ഒക്കെ ആയിരുന്ന ട്രെൻഡെങ്കിൽ ഇപ്പോൾ ഫോറിൻ കൺട്രീസിൽ പഠിക്കുക എന്നുള്ള ട്രെൻഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഇതിനെതിരായിട്ടൊക്കെ പറയുന്നത് ഈ സിൽവർ ലൈൻ പണിത് കഴിഞ്ഞാൽ ഒരുപാട് കോൺക്രീറ്റ് വേണ്ടി വരും. ഞങ്ങളൊക്കെ പലപ്പോഴും വീട്ടിലെ അച്ഛനമ്മമാർ 2 പേർക്ക് വേണ്ടി ഒരു വീട്, ഇവിടെ താമസിക്കാൻ വേണ്ടി 2 പേർക്ക് വീട് റെന്റിന് അല്ലെങ്കിൽ വാങ്ങിക്കുക, അപ്പോഴും അതിനും കോൺക്രീറ്റ് വേണ്ടി വരും. അപ്പോൾ അത്തരം വാദഗതികളൊക്കെ ഈ പുതിയ കാലഘട്ടത്തിന് ചേർന്നതല്ല എന്നുള്ളതാണ് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം. ഈ 2 പ്രധാന പ്രശ്നങ്ങൾ, ഈ ഒറ്റപ്പെട്ടു പോകുന്ന വാർദ്ധക്യം, അതുപോലെ റൂറൽ ഏരിയയിലെ അൺഎംപ്ലോയ്മെന്റ്, അത് പെട്ടെന്ന് ഈ റൂറൽ ഏരിയയിലുള്ള ആളുകൾക്ക് പെട്ടെന്ന് ജോലി ചെയ്ത് വീട്ടിൽ പോകാൻ കുറേ ആളുകൾക്ക് സാധിക്കുമെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇത്തരം സംവിധാനങ്ങൾക്ക് ഒപ്പം സപ്പോർട്ട് ചെയ്യണമെന്നുള്ള റിക്വസ്റ്റാണ് നടത്താനുള്ളത്. 2-3 കാര്യങ്ങൾ എനിക്ക് ആ ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. 1-2 കാര്യങ്ങൾ റൂറൽ ഏരിയയിലെ അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ച് പറഞ്ഞു. തീർച്ചയായിട്ടും റൂറൽ ഏരിയയിൽ നമ്മൾ, ബട്ട് ശരിക്കും അൺഎംപ്ലോയ്മെന്റ് എമംഗ് ഫീമെയിൽസ് എവിടെ ഏറ്റവും കൂടുതൽ അറിയാമോ? അൺഎംപ്ലോയ്മെന്റ് എമംഗ് ഫീമെയിൽസ് കൂടുതലുള്ളത് റൂറൽ ഏരിയയിലല്ല, അർബൻ ഏരിയയിലാണ്. ബിക്കോസ് അതുകൊണ്ട് തന്നെ ഈവൻ അർബൻ ഏരിയയിൽ പോലും ഫീമെയിൽസിലെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ്സ് കൂടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഫീമെയിൽ പാർട്ടിസിപ്പേഷൻ ഇൻ ലേബർ ഫോഴ്സ് സർവേ നടത്തിയിട്ടുണ്ട്. ഫീമെയിൽ പാർട്ടിസിപ്പേഷൻ ഇൻ ലേബർ ഫോഴ്സ് ഓരോ വർഷം കഴിയുമ്പോഴത്തേക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ ഈ അർബൻ ഏരിയയിൽ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ് ഫീമെയിൽസിൻ്റെ ലേബർ പാർട്ടിസിപ്പേഷൻ. സോ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഈ പറഞ്ഞ സിൽവർ ലൈൻ പോലുള്ള പദ്ധതികളിൽ എൻ്റെ അഭിപ്രായം ഈ 2 കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ്.
ഒന്ന്, സ്ത്രീകളുടെ യാത്രാ സൗകര്യം. 2 ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു തരാം. എൻ്റെ വൈഫ് എല്ലാ ദിവസവും ഗവൺമെൻറ് സർവൻ്റാണ്. എല്ലാ ദിവസവും തൃശ്ശൂർക്ക് യാത്ര ചെയ്യുന്ന പോകുന്ന ഒരാളാണ്. റോഡിൽ കൂടെ ട്രാൻസ്പോർട്ട് പോകുമ്പോഴത്തേക്കുള്ള ബുദ്ധിമുട്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ്. അതുകൊണ്ട് സ്പീഡ്, കണക്ടിവിറ്റിയുടെ ഇമ്പോർട്ടൻസ് എല്ലാ ദിവസവും ഫേസ് ചെയ്യുന്ന ഒരാളാണ്. ഇന്നും പുള്ളിക്കാരി ജോലിക്കാരി പോയിരിക്കുകയാണ്. കയറുന്നതിന് മുമ്പ് വിളിച്ചു ചോദിച്ചു, സേഫ് ആണോ കാര്യങ്ങൾ, നീ എത്താറായോ? ബിക്കോസ് ഐ എം റിയലി കൺസേൺ. നാഷണൽ ഹൈവേ കൂടിയാണ് ട്രാവൽ ചെയ്യേണ്ടി വരുന്നത്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഒരു രോഗിയെ കാണാൻ പോയി. എൻ്റെ ഒരു പേഷ്യൻ്റാണ്. പേഷ്യൻ്റെ പുള്ളിക്കാരി ഇവിടെ കോഴിക്കോട് വർക്ക് ചെയ്യുന്നു. ആർക്കൈവ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുകയാണ്. ആർക്കൈവ്സ് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്തപ്പോഴത്തേക്ക് ഒരു പുള്ളിക്കാരിക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് ഞാൻ ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. ആൻജിയോപ്ലാസ്റ്റി ചെയ്തപ്പോഴത്തേക്ക് ആദ്യത്തെ 1 മാസം കഴിഞ്ഞു, ലീവ് എടുത്ത് പോയി. ഫോളോ അപ്പ് ഒക്കെ വന്നു. രണ്ടാമത്തെ ഫോളോ അപ്പിന് വന്നപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, എന്തുണ്ട് വിശേഷങ്ങൾ, സുഖമല്ലേ, പോയി വരുന്ന കോഴിക്കോടിന് പോകുന്നുണ്ടോ? ഇല്ല ഡോക്ടറെ, ഞാൻ ലോങ് ലീവ് എടുക്കാൻ പോവുകയാണ്. എന്താ പ്രോബ്ലം? ലോങ് ലീവ് എടുക്കാൻ പോകുന്നു, അവിടെ വരെ യാത്ര ചെയ്യാൻ പറ്റില്ല. സോ പുള്ളിക്കാരി ജോലി ഒരു പക്ഷേ രാജിവെച്ചേക്കാം. 3, എത്രയോ സ്ത്രീകൾ പ്രൊമോഷൻ എടുക്കുന്നില്ല, കാരണം ദൂരെ പോകാൻ പറ്റുന്നില്ല. സ്ത്രീകൾ പ്രൊമോഷൻ എടുക്കുന്നില്ല, അവരുടെ കരിയർ ഗ്രോത്ത് ഉണ്ടാകുന്നില്ല. സോ ഇതെല്ലാം കൊണ്ട് അബ്സല്യൂട്ട്ലി സ്പീഡ്, കണക്ടിവിറ്റി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. കാരണം വെച്ചാൽ ഇൻഫ്രാസ്ട്രക്ചർ മാത്രമേ ഗവൺമെൻറ്റിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇൻഫ്രാസ്ട്രക്ചർ, ബാക്കിയെല്ലാം നമുക്ക് തന്നെ അധ്വാനിച്ചുണ്ടാക്കാവുന്ന കാര്യങ്ങളാണ്. ഇൻഫ്രാസ്ട്രക്ചർ, റോഡ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, അത് ഗവൺമെൻറ് സ്ഥാപിച്ചാൽ മാത്രമേ ഉള്ളൂ. റെയിൽവേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, പക്ഷേ റെയിൽവേക്ക് ചുറ്റും അനുബന്ധ വ്യവസായങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. റോഡിന് ചുറ്റും അനുബന്ധ സ്ഥാപനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സോ ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ടത്, അക്കോർഡിംഗ് ടു മീ, ഇൻഫ്രാസ്ട്രക്ചറൽ പ്രോജക്ട്സിലാണ് കേരളത്തിന് വേണ്ടതും. ഇത്തരം ഇൻഫ്രാസ്ട്രക്ചറൽ പ്രോബ്ലംസ് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടത്. ഐ എം അബ്സല്യൂട്ട്ലി 100% ഫോർ ദാറ്റ്. How to implement, that's a different thing. That's a different matter at all. ഞാനൊരു ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ കുറേ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. നമ്മുടെ ഇൻഫോ പാർക്കിൻ്റെ ഫ്രണ്ടിലൊരു തോടുണ്ട്. അത് വളരെ മോശമായിട്ടാണ് കിടക്കുന്നത്. പല ഫ്ലാറ്റുകളിൽ നിന്നുള്ള വേസ്റ്റ് കണക്ടിവിറ്റിയും എല്ലാം ആ തോട്ടിലേക്കാണ് ഉള്ളത്. ഇപ്പോൾ വാട്ടർ മെട്രോ ഒക്കെ വരുവാണെങ്കിൽ ആ തോട്ടിലേക്ക് കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഗേറ്റിൻ്റെ ഫ്രണ്ടിലൊരു ബോട്ട് യാർഡ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വൈറ്റ്ലയിലേക്കൊക്കെ പോകാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ അതൊരു ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു വികസിപ്പിക്കുകയാണെങ്കിൽ ടൂറിസം ഒക്കെ ഭയങ്കര നന്നായിട്ടിരിക്കും. അവിടെ വളരെ നല്ല വ്യൂ ഉള്ള ഏരിയ ആണ്. അപ്പോൾ ആ തോട്, നമ്മൾ പഴയ MLA-നോടൊക്കെ കുറേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ തോട് വൃത്തിയാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ ഈ വേസ്റ്റ് അതിൻ്റെ അകത്തേക്ക് വരുന്നതും വെള്ളത്തിനൊക്കെ ഭയങ്കര സ്മെല്ലൊക്കെയാണ്. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കാനായിട്ട് എന്തെങ്കിലും നടപടി സ്വീകരിക്കുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് നമ്മുടെ ഈ വേസ്റ്റ്, ഇതെല്ലാം ദിസ് ഓൾ ഹാപ്പൻസ് വിത്ത് ദ ബെറ്റർ വേസ്റ്റ് മാനേജ്മെന്റ്. വൺസ് ദ ബേസിക് പ്രോബ്ലം occurs in the waste management system. If you have a very good waste management system in place, we will not have so much of issues regarding that the water bodies. So I think definitely we will look into that area. എനിക്കൊരു അഭിപ്രായമുള്ളത്, നമ്മളുടെ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന അധികം ആൾക്കാരും യുവാക്കളാണ്. അതേയൊപ്പം തന്നെ സ്ത്രീകളും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് അക്കോമഡേഷൻ്റെ ഒരു കാര്യം വന്നു കഴിയുമ്പം, ലൈക്ക് ബാച്ചിലേഴ്സിന് ഫ്ലാറ്റ് കിട്ടാറില്ല, അല്ലാന്നുണ്ടെങ്കിൽ വില്ലാസ് കിട്ടാറില്ല. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ വർക്കിംഗ് വുമൻസ് ഗവൺമെൻറ് സൈഡിൽ നിന്ന് ഒരു ഹോസ്റ്റൽ, അങ്ങനെ എന്തെങ്കിലും സൗകര്യങ്ങൾ, ഇപ്പം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഹോസ്റ്റലുകളിൽ കൊടുക്കുന്ന ഭക്ഷണം, അതിനകത്താണെങ്കിലും സാറ്റർഡേ സൺഡേ അവർക്ക് ഫുഡില്ല. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഒരു ബേസിക് ലെവലിൽ ചെയ്യണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. എനിക്ക് നമുക്ക് ഒരു വർക്കിംഗ് വുമൻസ് ഹോസ്റ്റൽ നമുക്ക് ഇവിടെ പുതുതായിട്ട് പണി തീരുന്നുണ്ട്. നമ്മുടെ NGO ക്വാർട്ടേഴ്സിനടുത്ത് ഒരു ഹോസ്റ്റൽ ഗവൺമെൻറ് ഭാഗമായിട്ട് പണി തീരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനത്തെ പ്രോജക്ട്സ് നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഇൻസൈഡ് ദ ക്യാമ്പസ്, വെരി ക്ലോസ് ടു ദ ക്യാമ്പസ്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് അതർ മിനിസ്ട്രീസ്, വി കൻ ഡെഫിനറ്റ്ലി തിങ്ക് ഓഫ് പ്രോജക്ട്സ് ലൈക്ക് ദാറ്റ്, ലൈക്ക് യൂത്ത് ഹോസ്റ്റൽ ടൈപ്പ്. സാർ കാൻഡിഡേറ്റ് പ്രഖ്യാപിച്ച സമയത്ത് ഏറ്റവും ആദ്യം വന്നൊരു ചോദ്യമാണ് വൈ എ ഡോക്ടർ എന്നുള്ളത്. കാരണം അതൊരു പൊളിറ്റിക്സിന് അപ്പുറത്തേക്ക് ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ മറ്റ് പ്രൊഫഷൻസ് നിന്നൊക്കെ സിനിമയിൽ നിന്നായാലെങ്കിലും രാഷ്ട്രീയത്തിലേക്ക് വന്നവരുണ്ട്. പക്ഷെ അതിൽ കൂടുതൽ ഈ മെഡിക്കൽ ഫീൽഡിൽ നിന്ന് വരുന്ന സമയത്ത് താങ്കളുടെ തന്നെ ഒരുപാട് പേഷ്യൻസ് ഉണ്ടാവും. അതേപോലെ ഞങ്ങളെ സംബന്ധിച്ചാണെങ്കിലും കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഡോക്ടറാണ്. ആ ഡോക്ടർ ഇനിയൊരു മുഴുനീള രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പോകുന്ന സമയത്ത് താങ്കളുടെ ഒരു വൈദഗ്ധ്യം, അതായത് ഡോക്ടർ ഫീൽഡിലുള്ളൊരു വൈദഗ്ധ്യം ഇവിടെ നഷ്ടപ്പെടുമോ? അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു ഡോക്ടറെയും ആവശ്യമുണ്ട്, അതേപോലെ തന്നെ ഒരു ഡോക്ടർ MLA-യും ആവശ്യമുണ്ട്. അതെങ്ങനെയാണ് സാർ ഡിസൈൻ ചെയ്യുന്നത്?
തീർച്ചയായിട്ടും അതിന് സിസ്റ്റംസ് ഇൻ പ്ലേസ് ആക്കാൻ പറ്റുമെന്നുള്ള പൂർണ്ണമായ പ്രതീക്ഷയോടുകൂടിയാണ് നിൽക്കുന്നത്. അത് എങ്ങനെ എന്നുള്ളത് നമുക്ക് വർക്കൗട്ട് ചെയ്യേണ്ടിയിരിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും വർക്കൗട്ട് ആവുകയും ചെയ്യും. അല്ല കാരണം വെച്ചാൽ ഞാനൊരു ഡോക്ടർ തന്നെയാണ്, തീർച്ചയായിട്ടും ഡോക്ടർ തന്നെയാണ്. പക്ഷേ എന്നോർത്തുകൊണ്ട് എൻ്റെ കഴിവുകളൊന്നും നഷ്ടമാകുന്നില്ല. പക്ഷേ അതിന് സിസ്റ്റംസ് ഇൻ പ്ലേസ് എൻ്റെ മനസ്സിലുണ്ട്. ആ സിസ്റ്റംസ് ഇൻ പ്ലേസ്, എൻ്റെ മനസ്സിലുള്ള സിസ്റ്റംസിനെ ഞാൻ എൻ്റെ അതോറിറ്റീസുമായിട്ട് ഷെയർ ചെയ്തിട്ട് രണ്ടുപേരും ഒരു കോമൺ പ്ലാറ്റ്ഫോമിലേക്ക് എത്താൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ പറഞ്ഞ പല അടിസ്ഥാന പ്രശ്നങ്ങളും വളരെ ചെറിയ കാര്യങ്ങളാണ്. അതായത് കുറച്ച് ബസ് ഇടുന്നു, അല്ലെങ്കിൽ കുറച്ച് ഇവിടെ ലൈറ്റ് ഇല്ല. ഇപ്പോൾ പ്രത്യേകിച്ചും ഫേസ് 1 എന്നൊക്കെ ആണെങ്കിലും ഇവിടെ ലൈറ്റ് ഇല്ല, അല്ലെങ്കിൽ റോഡിൻ്റെ പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക്. അതായത് ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്ക് അങ്ങനെ ഒരു പ്രോബ്ലം വന്നാൽ ഇവിടെ സ്മാർട്ട് സിറ്റിയിൽ നടന്നതാണ്. ഞാൻ നെഗറ്റീവ് ന്യൂസ് കൊണ്ടുവരുന്നതല്ല. ഒരു ആംബുലൻസും അങ്ങനത്തെ യാതൊരു സൗകര്യങ്ങളും 50,000 പേരുണ്ട്. പക്ഷേ വലിയ കമ്പനികളിലുണ്ട്, അവരുടെ എംപ്ലോയീസിന് മാത്രം. ചില വലിയ കമ്പനികൾക്ക് ഓൺ ക്യാമ്പസ് ഉണ്ടെങ്കിൽ. പക്ഷെ അല്ലാതുള്ളവർക്ക് അങ്ങനത്തെ സൗകര്യങ്ങളൊന്നുമില്ല. എടുത്ത് പിടിച്ച് ഒരു ഹെവി ആയിട്ടുള്ള ഒരാളെ കാറിലൊക്കെ കയറ്റി കൊണ്ടുപോയപ്പോഴത്തേക്കും കഴിഞ്ഞു. അതുപോലെ പിന്നെ പല അങ്ങനത്തെ ചെറിയ ഇപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള ഒത്തിരി വലിയ റെസ്റ്റോറൻറ്റ്സ് ആണ്. ചെറിയ മിതവിലയ്ക്ക് കിട്ടുന്ന നല്ല വൃത്തിയുള്ള ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങളില്ല. അങ്ങനെ പല കാര്യങ്ങളിലും ഗവൺമെൻറ് സൈഡിൽ നിന്ന് ഇപ്പം നിങ്ങൾ ഇതേ ഒരു സെഷൻ ടെക്നോ പാർക്കിൽ പോയി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കൺസേൺസ് ഇല്ല അവിടെ. എന്നുവെച്ചാൽ എല്ലാം അഡ്രസ്ഡ് ആണ്. പക്ഷേ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെ തൃക്കാക്കരയെ സംബന്ധിച്ചിടത്തോളം, ഇവിടുത്തെ ഈ ഗവൺമെൻറ് ഇപ്പോൾ വന്നതിന് ശേഷം ഒരു 20,000-ൽ നിന്നും 50,000-ലേക്ക് ഇപ്പോൾ ഈ ഒരു 10 വർഷത്തിനിടയിലുള്ള ഒരു ഗ്രോത്ത്, എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ്. അതായത് ബിൽഡിങ്സും എംപ്ലോയ്മെൻറ്റും എല്ലാം വരുന്നു. പക്ഷേ അതിന് സബ്സിക്വൻ്റ് ആയിട്ട് ഇവിടുത്തെ ലോക്കൽ ചെറിയ കാര്യങ്ങൾ, ഇപ്പം മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പല RTIസും കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് കത്തിക്കുന്നത് ഇവിടെ വരെ കത്തിക്കും. ഇതിനിപ്പുറത്തോട്ട് കത്തിക്കുന്ന സാറൊന്ന് നോക്കാം, ബോർഡ് വെച്ചിരിക്കുവാണ്, പരസ്യത്തിന് കൊടുത്തിരിക്കുവാണ്, അവർ കത്തിക്കില്ല. ഇവിടെ വോട്ടില്ല. ഇവിടെ വരുന്ന ആൾക്കാർക്ക് പലർക്കും ചിലപ്പോൾ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ അല്ലെ മുനിസിപ്പൽ കൗൺസിലർക്ക് ഇവിടെ ഇൻട്രസ്റ്റ് ഇല്ല, മുനിസിപ്പാലിറ്റിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. കളക്ടർ ഇവിടെ മീറ്റിംഗ് വിളിച്ചപ്പോഴും മുനിസിപ്പാലിറ്റി വന്നില്ല, മുനിസിപ്പാലിറ്റിയുടെ ആൾക്കാർ വന്നില്ല. ബാക്കി എല്ലാ KSRTC എല്ലാവരും വന്നു. എല്ലാ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സും ഇവിടുത്തെ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യാൻ വരുമ്പോഴും മുനിസിപ്പാലിറ്റി മാറി നിൽക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റിക്ക് വരുമാനമുണ്ട്, പക്ഷേ അവരുടെ ഫണ്ട് അവർ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയൊന്നും ചിലവാക്കാൻ അല്ലെ വൃത്തിയാക്കാനോ ഒന്നും താല്പര്യമില്ല. ഇവിടെ ഫോക്കസ് ചെയ്തുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം ആയിരുന്നില്ല ഇവിടെ മുമ്പുണ്ടായിരുന്ന ജനപ്രതിനിധികൾ. അതായത് ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ലോക്കലായിട്ടുള്ള ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പം ഇവിടുത്തെ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന, അതിന് സമയം കണ്ടെത്തുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ചെറിയ കാര്യങ്ങളാണ്, പലതും ചെറിയ കാര്യങ്ങളാണ്. വലിയ രീതിയിൽ സാറിനൊക്കെ കേൾക്കുമ്പോൾ അറിയാം, ബിഗ്ഗർ പിക്ചറിൽ നോക്കുമ്പോൾ ഇതൊന്നും വലിയ ഇഷ്യൂസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് പവറുള്ള ഒരാൾക്ക് പെട്ടെന്ന് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ്. അത് ആ രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ നല്ലതായിരിക്കും എന്നാണ് ഒരു അഭിപ്രായമുള്ളത്. തീർച്ചയായിട്ടും ആ ക്വസ്റ്റിൻ്റെ ആദ്യത്തെ പാർട്ട് ഞാൻ അഡ്രസ്സ് ചെയ്യാം. റിഗാർഡിംഗ് ദി മെഡിക്കൽ ഫെസിലിറ്റീസ്, ഐ ഡു അഗ്രി വിത്ത് ദാറ്റ്. ബിക്കോസ് എനിക്കറിയാം, എന്താ പറയുന്നത്, ഒരു ഉദാഹരണത്തിന് ഒരു കാര്യം പറയാം. മേ ബി 2 months ബാക്ക് ഇവിടുന്ന് ഒരാളെ അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടു, ചെസ്റ്റ് പെയിൻ എടുത്തിട്ട് ECG ചേഞ്ചസ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരികയാണ്. ആ ECG എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടുത്തെ ഒരു ചെറിയ ക്ലിനിക്കിൽ ഇവിടെ പോയി ECG എടുത്താണ്. ആ ECG എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ECGക്ക് അത് ചേഞ്ചസ് ഉണ്ടായിരുന്നു. പക്ഷേ എന്താ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ആ ECG എടുക്കുമ്പോഴത്തേക്കുള്ള ലീഡ്സ് ചേഞ്ച് ചെയ്താണ് വെച്ചിരിക്കുന്നത്. കയ്യിലും കാലിലും ലീഡ്സ് ഘടിപ്പിച്ചാണല്ലോ നമ്മൾ എടുക്കുന്നത്. ഒരു ലീഡ് മറ്റൊരു റൈറ്റ് കയ്യിൽ പിടിപ്പിക്കേണ്ട ലീഡ് ലെഫ്റ്റ് കയ്യിലായി പോയി കഴിഞ്ഞാൽ ECG വ്യത്യാസം ഉണ്ടാകും. സോ അങ്ങനത്തെ ട്രിവിയലായിട്ടുള്ള പ്രശ്നങ്ങൾ മൂലം അദ്ദേഹത്തിന് ഈ ട്രാഫിക് ബ്ലോക്കിലെല്ലാം പിടിച്ച് അങ്ങ് വരെ എത്തേണ്ടി വന്നു. സോ ഇവിടെ ഒരു ഹെൽത്ത് ഫെസിലിറ്റി, ഒരു റീസണബിൾ ആയിട്ട് ഹെൽത്ത് ഫെസിലിറ്റി ഉണ്ടാകുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്, ഒന്നാമത്തെ കാര്യം. 2, ഹെൽത്ത് ഫെസിലിറ്റിയെ കുറിച്ച് ആലോചിക്കുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ ഒരു ചെറിയൊരു ക്ലിനിക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല. ഒരു പക്ഷേ എൻ്റെ മനസ്സിൽ ഓൺ എ ബിഗർ പിക്ചർ, മൈ ബിഗസ്റ്റ് തിങ് ഇസ് ടു ഒരു വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന, എൻ്റെ ഇതായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസർച്ചുകൾ, മെഡിക്കൽ റിസർച്ച്, വി ആർ ഓൾ ഇൻ എ വേ സയൻറ്റിസ്റ്റ്, ഒരു സയൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ്. ആസ് എ മെഡിക്കൽ സയൻറ്റിസ്റ്റ് എനിക്ക് പറയാൻ പറ്റുന്ന വെച്ചാൽ ഏറ്റവും കൂടുതൽ റിസർച്ചുകൾ നടക്കുന്ന, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ റിസർച്ചുകൾ നടക്കുന്ന, മെഡിക്കൽ റിസർച്ച് നടക്കുന്ന ഒരു സ്ഥലം കേരളമാണ്. വേറെ എങ്ങും നടക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഇൻ്റർനാഷണൽ പേപ്പേഴ്സും എല്ലാം ഉള്ള സ്ഥലമാണ്. എനിക്കും ഇൻ്റർനാഷണൽ പേപ്പേഴ്സ് ഉള്ള ഒരാളാണ്. അതുകൊണ്ട് എനിക്കറിയാം. പക്ഷേ ഫണ്ടിങ് പ്രോബ്ലംസ് ഇല്ല. സെൻട്രൽ ഗവൺമെൻറ് ICMR നമ്മൾ അയക്കും, ICMR അക്സെപ്റ്റ് ചെയ്യത്തില്ല ബിക്കോസ് ഓഫ് പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഒക്കെ കാരണം. സോ നമുക്ക് വേണ്ടത് കേരളത്തിൻ്റെ റിസർച്ച്, മെഡിക്കൽ റിസർച്ചിന് വേണ്ടിയിട്ട് കേരള മെഡിക്കൽ റിസർച്ച് കൗൺസിൽ പോലത്തെ ഒരു സംഭവം, ദാറ്റ് ഇസ് വൺ ഓഫ്, അത് ഈ ഒരു ഏരിയയിൽ സ്ഥാപിക്കുക എന്നുള്ള എൻ്റെ ഒരു സിഗ്നേച്ചർ പ്രോജക്റ്റായിട്ട് എൻ്റെ മനസ്സിലൊരു കാര്യമാണ്.
രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കൊച്ചിയിലാണ് ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽസ്, വെരി ഗുഡ് ഹോസ്പിറ്റൽസ്, വേറെ ഏത് സിറ്റി കിട്ടുന്നതിനെക്കാട്ടുമുള്ള ഇൻഫ്രാസ്ട്രക്ചറിലുള്ള ഹോസ്പിറ്റൽസ് ഉള്ളതാണ് വിച്ച് ക്യാൻ അട്രാക്ട് മെഡിക്കൽ ടൂറിസം. മനസ്സിലായത്? ആ മെഡിക്കൽ ടൂറിസത്തെ എല്ലാത്തിനും കൂടെ ഒരു കോർഡിനേറ്റ് ചെയ്യാനുള്ള സിസ്റ്റംസ് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രോബ്ലം. അതിനൊരു ഫെസിലിറ്റേഷൻ സെന്റർ, മെഡിക്കൽ ടൂറിസത്തിന് ഫെസിലിറ്റേഷൻ സെന്റർ, ദാറ്റ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്. ഈ രണ്ട് കാര്യങ്ങളാണ് ആസ് എ ഒരു മെഡിക്കൽ പ്രൊഫഷണൽ എന്ന നിലയിൽ ഔട്ട് ഓഫ് ദി ബോക്സ് ആയിട്ട് എനിക്ക് ഇപ്പോൾ എൻ്റെ മുമ്പിലുള്ള രണ്ട് പിക്ചേഴ്സ്. I think we will definitely work together for a brighter Trikakara, bigger Trikakara, and for a high-tech Trikakara. It is well closed. ഞാനിനി ക്ലോസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇൻഫാക്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ സംസാരിച്ചതും ഫുള്ളി കോംപ്ലിമെന്ററി ആണ്. ഞാൻ കൂടുതൽ ഒരു ലാർജർ പെർസ്പെക്റ്റീവ് ഓഫ് കേരള ഡെവലപ്മെന്റ്, അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് തൃക്കാക്കര ഫിറ്റ് ചെയ്യുന്നത്. ഒരു ചോദ്യം ഉണ്ടായിരുന്നു, നല്ല ഡോക്ടറും നല്ല MLA-യും. ഞങ്ങൾ ആ നല്ല ഡോക്ടറിന് നല്ല MLA ആവുന്നു, യാതൊരു സംശയം. ആൻഡ് he can be a good doctor even while being an MLA. I have no doubt regarding that. We have so many accomplished political leaders, starting from Che Guevara, who are doctors. എന്ന് മാത്രമല്ല, നമ്മൾ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അതിൻ്റെ ഉള്ളിൽ ഇത്തരത്തിൽ നിറ്റിഗ്രിറ്റി ആഴത്തിൽ അറിയാവുന്ന ആളുകൾ വേണം. നമ്മൾ അങ്ങനത്തെ ഒരു കേരളത്തിലേക്കാണ് ട്രാൻസിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ ഒരു സംശയം വേണ്ട, അങ്ങനത്തെ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ കാര്യമില്ല. It will be a big contribution to the medical field also to have an accomplished doctor like him in the leadership of the political leadership. Yeah. Thank you very much.